കോൺട്രാക്ട് മാരേജ് ഭാഗം 23 റൈറ്റൻ ബൈ റോസ്. കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങിയതേ അവളുടെ കണ്ണുകൾ ചുറ്റിനുമൊന്ന് നോക്കി. ഇതൊക്കെ എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. അതൊന്നും മറ്റൊരുത്തി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡോറടച്ച് മുൻവശത്തേക്ക് കയറിയവൾ കോളിംഗ് ബെല്ല് പോലും അടിക്കാൻ നിൽക്കാതെ നേരെ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കയറി. ഇവിടെ ആരുമില്ലേ ആൻറ്റി? അവളുടെ ഉറക്കെയുള്ള വിളി കേട്ടതും അകത്തു നിന്നൊരു അനക്കം കേട്ടവൾ, വരുവാ മോളെ. ഹാ മോളോ, വായിരിക്കെ. ഞാൻ അകത്ത് കുറച്ച് പണിയായിരുന്നു. അതെന്താ ചന്ദ്രാൻറ്റി, കല്യാണിയില്ലേ ഇവിടെ? അത് ചോദിക്കുമ്പോൾ ധന്യയുടെ കണ്ണുകൾ ചുറ്റിനും നീങ്ങി. ഭദ്രയെ ഒന്ന് കാണുകയെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവൾ വന്നതും. കല്യാണി മീൻ വെട്ടുവാ മോളെ, മോളിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. ഇപ്പം വേണ്ട ആൻറ്റി. അല്ല എവിടെ ശിവേട്ടൻ? അവൻ പുറത്തെവിടെയോ പോയേക്കുവോ, ഇപ്പം വരുമായിരിക്കും. എന്താ മോളെ? അവളുണ്ടോ ഇവിടെ? ധന്യയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ചന്ദ്രികയുടെ മുഖം മാറി. മുകളിൽ മുറിയിലുണ്ട്. ധന്യയുടെ പെട്ടെന്നുള്ള വരവിൽ തന്നെ ചന്ദ്രികയ്ക്ക് മനസ്സിലായിരുന്നു ഭദ്രയെ കാണാനാകുമെന്ന്. ഞാനൊന്ന് അവളെ പോയി കണ്ടിട്ട് വരാം. എൻ്റെ ശിവേട്ടനെ എന്നിൽ നിന്ന് അകറ്റിയവളെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അത് പറയുമ്പോൾ അവളിൽ വല്ലാത്ത ദേഷ്യം നിറഞ്ഞു. മോളെ, അത് വേണോ? ശിവൻ അവനിപ്പോൾ വരും. ആൻറ്റിക്ക് എന്താ അവളോടൊരു താല്പര്യം പോലെ? എനിക്കോ? ചന്ദ്രയുടെ മുഖത്തെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ തന്നെ ധനിയിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉയർന്നു. അതൊന്നുമല്ല മോളെ, ശിവനിപ്പോൾ കയറി വന്നാൽ അവൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഇന്നലെ ചേച്ചി വന്ന് ബഹളമുണ്ടാക്കിയതിൻ്റെ ദേഷ്യത്തിലായിരിക്കും. അതിൻ്റെ കൂടെ മോളും കൂടി. ചന്ദ്രിക പറയാൻ വന്നത് നിർത്തി അവളെ നോക്കി. ഞാൻ അവളെന്ന് കാണുന്നതേ ഉള്ളൂ. ചന്ദ്രയ്ക്ക് അവൾ പറയുന്നതിൽ അത്ര വിശ്വാസം തോന്നിയില്ലെങ്കിലും കൂടുതൽ എതിർക്കാനും പോയില്ല. ഞാനിപ്പോൾ വരാം, അവൾ പറഞ്ഞിട്ട് മുകളിലേക്കുള്ള പടികൾ കയറിയിരുന്നു. ചാരിക്കിടക്കുന്ന വാതിൽ അധികാരത്തോടെ അകത്തേക്ക് തുറന്ന് കയറി വരുന്നവളെ കണ്ടാണ് ഭദ്ര സോഫയിൽ നിന്ന് ചാടി എണീറ്റത്. ഓ, ഇവളായിരുന്നോ? വരവ് കണ്ടപ്പോൾ ഓർത്തു വേറെ ആരോ ആണെന്ന്. ഭദ്രയെ കണ്ടതും ധന്യയുടെ മുഖം ചുമന്നു. ഭദ്രയുടെ കൈകൾ തലയ്ക്ക് പുറകിലേക്ക് നീണ്ടു. അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ധന്യ ഒച്ചയെടുത്തതും ഭദ്രയ്ക്ക് ഒരു നിമിഷം ഉത്തരമില്ലാതെ പോയി. ഇവിടെ വെച്ച് അവളോട് എന്തു പറയും? എന്തുപോലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാവും. ഇവിടുത്തെ പെണ്ണാണ് ധന്യ. അവളോട് എന്തെങ്കിലും പറയുമ്പോൾ ആലോചിച്ചിട്ട് വേണം. എന്താടി, നിന്റെ നാക്കിറങ്ങിപ്പോയോ? ധന്യേ, നിനക്കെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ശിവേട്ടൻ വരുമ്പോൾ ഏട്ടനോട് ചോദിക്കേ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, നീ എന്നെ പഠിപ്പിക്കണ്ട. നീ പറ, ഞാൻ ചോദിച്ചത്. നീ പറ, ഞാൻ കയറി വരേണ്ട വീട്ടിൽ നീ എന്തിനാ വന്നത്? ഇപ്പം ഈ നിമിഷം പോകണം നീ ഇവിടുന്ന്. എനിക്കത് പറ്റില്ല ധന്യേ. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെന്താടി? അതെന്താ നിനക്ക് പോയാൽ? എന്താടി, ഇവിടുത്തെ കാശ് കണ്ടിട്ടാണോ? ആണേൽ പറ, നിനക്ക് എത്ര വേണം? പറയടി. അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് ധന്യ സംസാരിക്കുന്നത്. വിട്, എന്തായത്? ധന്യയുടെ ഭാവവും അവൾ പിടിച്ചിരിക്കുന്ന തൻ്റെ കയ്യിലേക്ക് പേടിയോടെ ഭദ്ര നോക്കിയാണ് സംസാരിക്കുന്നത്. ഇല്ലടി, നീ ഇവിടുന്ന് പോകണം, പോയേ പറ്റൂ. അതിനെത്ര കാശ് വേണം ഞാൻ തരാം. ധന്യേ. ശിവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ധന്യ ഞെട്ടലോടെ അവളുടെ കയ്യിലെ പിടിവിട്ടു. ശിവനെ കണ്ടതും ഭദ്രയുടെ മുഖത്തൊരു ആശ്വാസമായിരുന്നു. നീ എന്താ ഇവിടെ? അകത്തേക്ക് വരുന്നവൻ്റെ മുഖം കണ്ട് ധന്യ പേടിയോടെ കുറച്ച് ഒതുങ്ങി നിന്നു. അവനെ മുന്നിൽ കണ്ടാൽ പിന്നെ അവനെ അറിയാവുന്നവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. ധന്യേ, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. അത് ശിവേട്ട, ഞാൻ ഇവളെ ഒന്ന് പരിചയപ്പെടാൻ. വായിൽ വന്നൊരു കള്ളം പറഞ്ഞതും ഭദ്ര അവളെ തുറച്ചു നോക്കി. ധന്യ പക്ഷേ അത് കാര്യമാക്കാതെ ശിവനെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുവാണ്. ആദ്യം രണ്ടുപേരും തമ്മിലുള്ള ബന്ധമറിയണം. അത് കഴിഞ്ഞ് എങ്ങനെയും ഇവളെ ഇവിടുന്ന് ഓടിക്കണം. അമ്മ തനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആ കാര്യം ചെയ്യാമെന്ന്. നീയും നിൻ്റെ ആങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്ന ക്ഷീണം ഇവൾക്ക് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വന്നോ നീ വീണ്ടും? അന്നൊരു മിണ്ടരുത് നീ. ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ നീയൊക്കെ? എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എൻ്റെ പെണ്ണിനെയാണ് നീയൊക്കെ കൂടി. ശിവൻ്റെ വാക്കുകൾ കേട്ടതേ അവളുടെ മുഖം ചുമന്നു.
അത്രത്തോളം ദേഷ്യം തോന്നിയവൾക്ക് അടുത്ത് നിൽക്കുന്നവളെ കണ്ടപ്പോൾ. ഒന്നും ഞാൻ മറന്നതല്ല, എല്ലാത്തിനും കൂടി ചേർത്ത് തരുന്നുണ്ട് നിനക്കൊക്കെ. അവനോടും കൂടി പറഞ്ഞേക്ക്. ശിവൻ പറയുന്നതിനൊക്കെ മറുപടി പോലെ ഭദ്രയെ നോക്കി എരിക്കുന്നുണ്ട് തന്നെ. അതിന് മാത്രം തെറ്റൊന്നും എൻ്റെ ഏട്ടൻ ചെയ്തിട്ടില്ല. ഇവളുടെ കൂടെ വേറൊരുത്തിനെ കണ്ടപ്പോൾ അതൊന്ന് ചോദിച്ചു. അതിന് ഇവളുടെ മറ്റവൻ ഞങ്ങളോട് ചൂടായി. അടിക്കാനൊക്കെ വന്നപ്പോൾ ഞങ്ങളും തിരിച്ചു ഇവള് കയറിയത് കൊണ്ടാണ്, അല്ലാതെ ഞങ്ങൾ മനഃപൂർവ്വമല്ല. ഇന്ന് ശിവേട്ടൻ്റെ ഫ്ലാറ്റിൽ നിൽക്കുന്നത് കാണുക, പിറ്റേന്ന് വേറൊരുത്തിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, ഇതൊക്കെ കണ്ടാൽ ആരായാലും ചോദിക്കില്ലേ? ധന്യ പറയുന്ന കേട്ട് വല്ലാത്ത അപമാനം തോന്നി ഭദ്രയ്ക്ക്. മതി, നിർത്ത്, നീ പോകാൻ നോക്ക്. ഇനി മേലാൽ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ മുറിയിൽ കയറിപ്പോകരുന്നേ. പിന്നെ ഇവളുടെ അടുത്ത് നിൻ്റെ ദേഷ്യവും വാശിയും തീർക്കാനും. ഒരു താക്കീത് പോലെയാണ് ശിവൻ അവളോട് പറഞ്ഞത്. അവനോട് എന്തൊക്കെയോ പറയാനായി ധനിക്ക് തോന്നിയെങ്കിലും ഭദ്രയ്ക്ക് മുന്നിൽ വെച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവളുടെ മുന്നിൽ വെച്ച് നാണം കയറുന്നത് പോലെ ആകുമെന്ന് കരുതി അതൊക്കെ ഉള്ളിൽ തന്നെ വെച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ അവളെ ദഹിപ്പിച്ചൊന്ന് നോക്കിയിട്ട് ധന്യ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു വലിയ യുദ്ധം ഒഴിവായിപ്പോയ ആശ്വാസത്തിൽ ഭദ്ര ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. ശിവേട്ടൻ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ പെണ്ണെന്ന് നിന്നെ കൊന്നേനെ. അതെന്താ, നിനക്ക് അവളോട് രണ്ട് പറയാനുള്ള നാക്കില്ലേ? നാക്കൊക്കെ ഉണ്ട്, പക്ഷേ ഞാനെന്തെങ്കിലും പറയാൻ പോയാൽ ഇവിടെ ആരെങ്കിലും അത് കേട്ട് വന്നിട്ട് വേണം ഞാൻ വന്ന് കയറിയപ്പോഴേ ഭരണം തുടങ്ങിയെന്ന് പറയാൻ. പറയട്ടെ, അതിനിപ്പോൾ നിനക്കെന്താ? നീ എന്താ ജീവിതകാലം മുഴുവൻ ഇവിടെയാണോ ജീവിക്കുന്നത്? 1 വർഷത്തെ കരാർ കഴിയുമ്പോൾ നീ അങ്ങ് പോകില്ലേ? പിന്നെ എന്തിനാ ഇതൊക്കെ പറയാൻ മടിക്കുന്നേ? മറ്റുള്ളവരെ നോക്കി ഓരോന്നിനും നിൽക്കുന്നേ? ശിവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം മൗനമായി നിന്നവൾ. എന്ത് പറ്റി ഭദ്രേ, കളി കാര്യമായി തുടങ്ങിയോ? ഒരു നിമിഷം മൗനമായി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചതും അവളൊരു പിടച്ചിലോടെ മുഖം വെട്ടിച്ചു. ഇല്ല, അങ്ങനെയൊന്നുമില്ല, എനിക്കറിയാം അതൊക്കെ. എന്നാലും മറ്റെന്തോ പറയാൻ വന്നവൾ പറഞ്ഞു വന്ന ഇതാണ്. അവന് മനസ്സിലായി അവളുടെ ഉള്ളിൽ മറ്റെന്തോ ആണെന്ന്. എനിക്കറിയാം, പാതി വഴിയിൽ ഇറങ്ങിപ്പോകേണ്ട ശിവൻ്റെ ജീവിതത്തിലെ വെറുമൊരു യാത്രക്കാരി മാത്രമാണ് ഞാനെന്ന്. അത് മനസ്സിലാക്കി തന്നെയാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നതും. അവളവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞതും അവൻ തലയൊന്ന് കുടഞ്ഞു. എന്തോ അവളുടെ നോട്ടവും സംസാരവും അവനിൽ വല്ലായ്മ തോന്നിച്ചു. ശരി ശരി, അതൊക്കെ എപ്പോഴേ ഓർക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ അവസാനം നിന്നെ ഞാൻ ശരിക്കും സഹിക്കേണ്ടി വരും. അവൻ പറയുന്നത് കേട്ട് അവളുടെ മുഖത്തൊരു ചെറിയ ഞെട്ടലുണ്ടായി. പക്ഷെ നിനക്കെന്നെ അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും ഒരു മാറ്റവും വരില്ല. നിന്നെപ്പോലൊരു പെണ്ണിനെ എൻ്റെ കൂടെ കൂട്ടാനും എനിക്ക് കഴിയില്ല. അതൊക്കെ നീ എപ്പോഴും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. അത്രയും പറഞ്ഞിട്ട് പോകുന്നവനെ തന്നെ നോക്കി നിന്നു പോയവൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി. ആദ്യമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഉൾക്കൊണ്ട കാര്യങ്ങൾ ഇപ്പോൾ പക്ഷെ കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്നത് പോലെ തോന്നുന്നു. അതാവും ഇത്രയും വേദന തോന്നുന്നത്. പക്ഷെ ഉൾക്കൊള്ളണം. ശിവേട്ടൻ പറഞ്ഞിട്ട് പോയതുപോലെ എല്ലാം മനസ്സിലാക്കി അംഗീകരിച്ച് തന്നെ വേണം പഴയ പോലെ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒരുപാട് വേദനിക്കേണ്ടി വരും. അർഹതയില്ലാത്തത് വെറുതെ പോലും ആഗ്രഹിക്കാൻ പാടില്ല. ഭദ്ര മുഖമൊന്ന് അമർത്തി തുടച്ചു. ധന്യ കയറി വരും മുന്നേ വായിച്ചു ബാക്കിയാക്കിയ ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. താഴേക്ക് പോകാനുള്ള മടി കൊണ്ട് റൂബിൽ കണ്ടൊരു ബുക്കാണ്. അതെടുത്ത് വായിച്ചിരുന്നുകൊണ്ട് സമയം പോയതുപോലും അറിഞ്ഞില്ല. ഭദ്രേ, പെട്ടെന്നൊരുങ്ങി വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം. ഞാനില്ല. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനിപ്പോൾ വരാം. അവന് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് കണ്ട് വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മടക്കി വെച്ചവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. രണ്ടാളും ഒരുങ്ങി താഴേക്ക് വരുന്നത് കണ്ടാണ് ചന്ദ്രിക അവർക്കടുത്തേക്ക് വന്നത്. കുറച്ചു മുന്നേ പോവാണെന്ന് പോലും പറയാതെ ധന്യ പോയപ്പോൾ തന്നെ തോന്നിയിരുന്നു മുകളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയില്ല. ഭദ്രയെ ചന്ദ്രികയെ നോക്കി. കാണാൻ നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ച്. ആരും അവളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പറയും. എങ്ങോട്ടാ രണ്ടാളും? എങ്ങോട്ടാ നീയെന്ന് ചോദിക്കാൻ വന്നതാണ്. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നത് ഇങ്ങനെ. ഞങ്ങളൊന്ന് കറങ്ങാൻ. ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണണ്ടേ? ഇതാണെൻ്റെ ഭാര്യയെന്ന്. നീ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടിയാണോ? ആഹാ, അത് കൊള്ളാം. ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അച്ഛനെങ്ങനെ നാണക്കേടാകും? അത് കൊള്ളാലോ. എനിക്കതൊരു പുതിയ അറിവാണല്ലോ. ശിവ, നീ എന്താ ആരോടാ പറയുന്നത്? മറന്നിട്ടാണോ എന്നോടിങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മ ചോദിച്ചതിന് എനിക്ക് ഉത്തരം പറയാതെ വയ്യല്ലോ.
ഇവളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതിന് ഇവിടെ ആരും നാണം കെടേണ്ട കാര്യമില്ല. നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആർക്കെങ്കിലും അറിയാമോ അതിന്? ഇപ്പം നീ ഇവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ അറിയും. അതോടെ ഈ കുടുംബത്തെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞു പാടി നടക്കാൻ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. നീ അതൊന്നും ഓർക്കാതെ എന്തൊക്കെയാ ചെയ്തു വെക്കുന്നത് ശിവ? ചന്ദ്രിക ദേഷ്യത്തോടെ ശിവനെ നോക്കിയതും അവനൊരു പുച്ഛത്തോടെ ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് നിന്നു. ഭദ്രയാണിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ചന്ദ്രികയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൊച്ചെ, നീയെങ്കിലും കുറച്ച് ബോധത്തോടെ പെരുമാറാൻ നോക്ക്. ഇവനോ ഇങ്ങനെയായിപ്പോയി. ഭദ്ര വിഷമത്തോടെ ശിവനെ നോക്കി. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നൊരു സാധനം. ഇത്രയും വർഷം നിങ്ങളൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല. പിന്നെയല്ലേ ഈ വാടക ഭാര്യ? ഭദ്ര ഉള്ളാലെ പറഞ്ഞു. ഇവളെന്നല്ല, ലോകത്ത് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇത്രയും നാളും നിങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റിയോ? പിന്നെയല്ലേ ഇന്നലെ വന്ന ഇവള്. അറിയട്ടെ, എല്ലാവരും അറിയിക്കാൻ തന്നെയാ പോകുന്നത്. വാ. ഒരുതരം വാശിയോടെ അവളുടെ കയ്യിൽ പിടിച്ചവൻ പുറത്തേക്കിറങ്ങിയിരുന്നു.